ആധുനിക കൃഷിയിൽ വിളയുൽപാദനത്തിന് സിലിക്കണിന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജി സ്വരൂപാണ്. ഷിബു ജോർജ് ഡോക്ടർ രാജി സ്വരൂപുമായി സംസാരിക്കുന്നു. ഡോക്ടർ രാജി പരിപാടിയിലേക്ക് സ്വാഗതം. താങ്ക് യു സർ. ഡോക്ടർ രാജി, ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നത് സിലിക്കോൺ ഒരു മൂലകമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്ന് പറയാമോ വിളകൾക്ക് വേണ്ടി? നമ്മുടെ ഒരു ചെടി നല്ല രീതിയിൽ അത് വളർന്ന് നല്ല ഒരു വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് 17 അവശ്യ മൂലകങ്ങളാണുള്ളത്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ, അയൺ, മാംഗനീസ്, സിങ്ക്, കോപ്പർ, ബോറോൺ, മോളിബ്ഡിനം, നിക്കൽ, അങ്ങനെ 17 എണ്ണമാണ് അവശ്യ മൂലകങ്ങൾ. ഇത് എല്ലാ വിളകൾക്കും അല്ലെങ്കിൽ എല്ലാ ചെടികൾക്കും ആവശ്യമാണ്. എന്നാൽ ചില മൂലകങ്ങൾ അവ ഉണ്ടെങ്കിൽ മാത്രമേ ഈ 17 മൂലകങ്ങളോടൊപ്പം ഈ പറയുന്ന ചില മൂലകങ്ങളോടുണ്ടെങ്കിൽ അവയുടെ വിളവും വളർച്ചയും നന്നായിരിക്കും. അപ്പൊ അത്തരം മൂലകങ്ങളെ നമ്മൾ ബെനിഫിഷ്യൽ മൂലകങ്ങൾ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള മൂലകങ്ങൾ വരുന്നതാണ് സിലിക്കൺ, സോഡിയം, വനേഡിയം, കൊബാൾട്ട്, അലുമിനിയം. അപ്പോൾ ഇതിൽ സിലിക്കൺ എന്ന് പറയുന്ന മൂലകത്തെ നമ്മുടെ ഇന്ത്യയിൽ ബെനിഫിഷ്യൽ മൂലകം എന്നുള്ള രീതി തന്നെയാണ് കാണുന്നത്. എന്നാൽ ജപ്പാൻ പോലുള്ള ചില രാജ്യങ്ങളിൽ സിലിക്കണിനെ ഒരു അവശ്യ മൂലകത്തിന്റെ പട്ടികയിലേക്ക് തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ചില വിളകൾക്ക്, നെല്ല്, കരിമ്പ് പോലുള്ള വിളകൾക്ക് സിലിക്കൺ പോഷണം വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. സിലിക്കൺ നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ടുണ്ട്. ഭൗമോപരിതലത്തിൽ ഓക്സിജനാണ് ഏറ്റവും കൂടുതൽ ഉള്ള മൂലകം. അത് കഴിഞ്ഞാൽ കാണപ്പെടുന്ന മൂലകം സിലിക്കണാണ്. ഇത് ഏകദേശം ഒരു 27% ഉണ്ട്. വേണം സൂചിപ്പിച്ചത് നമ്മുടെ മണ്ണിൽ ധാരാളമായിട്ട് ഉണ്ടെന്ന്. അപ്പോൾ ഇത് മണ്ണിൽ ഉള്ള ഈ സിലിക്കോൺ നമ്മുടെ ചെടികൾക്ക് ലഭ്യമായ അവസ്ഥയിലല്ലേ ഉള്ളത്? നമ്മൾ മണ്ണിലേക്ക് വരികയാണെങ്കിൽ ഒരു 23 മുതൽ 35% മൊത്തത്തിൽ സിലിക്കൺ ഉണ്ട്. അത് ചെടിക്ക് ലഭ്യമായ രീതിയിലല്ല. ഈ ചെടിയിൽ സിലിക്കൺ ലഭ്യമാക്കുന്നത് മണ്ണിലെ ചില കാര്യങ്ങൾ, അതായത് മണ്ണിൽ അടങ്ങിയിട്ടുള്ള ജൈവാംശം, പിന്നെ മണ്ണിന്റെ ഈർപ്പം, മറ്റൊന്നെന്ന് പറയുന്നത് അമ്ലത്വം. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മണ്ണൊക്കെ അമ്ലഗുണം ഉള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അമ്ലഗുണമുള്ള മണ്ണിൽ അയണിന്റെയും അലുമിനിയം, മാംഗനീസ് പോലുള്ള മൂലകങ്ങൾ വളരെ അധികം ഉയർന്ന അളവിൽ കാണുന്നുണ്ട്. അപ്പോൾ അത് കാരണം വിഷാംശം ചെടികൾക്ക് ഉണ്ടാവാം. അപ്പോൾ ഈ പറയുന്ന പോലെ അയൺ, അലുമിനിയം, മാംഗനീസ് പോലുള്ള മൂലകങ്ങളുടെയും ഫോസ്ഫേറ്റിന്റെ അളവൊക്കെ ഈ സിലിക്കൺ ചെടിക്ക് ലഭിക്കുന്നതിനെ ആശ്രയിക്കുന്ന ഘടകങ്ങളാണ്. സിലിക്കണിന്റെ ഏത് രൂപമാണ് ചെടിക്ക് ലഭ്യമായ അവസ്ഥയിൽ കിട്ടുന്നത്? സിലിക്കൺ ഒരിക്കലും മണ്ണിൽ സ്വതന്ത്ര രൂപത്തിൽ കാണുന്നില്ല. അതാണ് സിലിക്കണിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അതൊന്നുകിൽ ദ്രാവക രൂപത്തിൽ, അതായത് സിലിസിക് ആസിഡ്, മോണോസിലിസിക് ആസിഡ് അല്ലെങ്കിൽ പോളിസിലിസിക് ആസിഡ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ കോംപ്ലക്സുകളായിട്ട് മണ്ണിലെ മറ്റ് ജൈവ അജൈവ കോംപ്ലക്സുകളായിട്ട് ചേർന്നിട്ട്, സിലിക്കണും കൂടെ അതിനോട് ചേർന്നിട്ട് കോംപ്ലക്സ് ഫോമിലാണ് ചിലപ്പോൾ കാണുന്നത്. ചെടി വലിച്ചെടുക്കുന്നത് സിലിക്കൺ സിലിസിക് ആസിഡ് ആയിട്ടാണ് വലിച്ചെടുക്കുന്നത്. ആ ഒരു അവസ്ഥയാണ് ചെടിക്ക് ലഭ്യമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. അതെ അതെ. അപ്പൊ മാഡം സൂചിപ്പിച്ച് നമ്മുടെ ചെടികൾക്ക് ഇതൊരു ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഉപയോഗകാരിയുള്ള ഒരു മൂലകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ജപ്പാൻ മാതിരിയുള്ള രാജ്യങ്ങൾ ഇത് അവശ്യ മൂലകമായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെടിയിൽ ഒരു സിലിക്കോണിന്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെടിക്ക് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ്? പ്രധാനമായിട്ടും ഒരു ചെടിയുടെ വളർച്ചയെയും ത്വരിതപ്പെടുത്തുന്നുണ്ട്, വിളവിനെയും മെച്ചപ്പെടുത്താൻ സിലിക്കൺ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ചെടി സിലിക്കൺ വലിച്ചെടുക്കുന്ന സിലിസിക് ആസിഡ് ആയിട്ടാണ്. അപ്പോൾ ഇതൊരു ദ്രാവക രൂപത്തിലുള്ളതാണ്. അപ്പം ചെടിയിലേക്ക് വലിച്ചെടുക്കപ്പെടുമ്പോൾ ചെടിക്കകത്ത് അതിൻ്റെ കാണ്ഡങ്ങൾ, പ്രത്യേകിച്ചും സസ്യകാണ്ഡങ്ങളിൽ എത്തുമ്പോൾ ഈർപ്പം നഷ്ടപ്പെട്ടിട്ട് ഈ സിലിസിക് ആസിഡ് എന്ന് പറയുന്നത് സിലിക്കയായി മാറി പോളിമറൈസ് ചെയ്യും. സിലിക്ക ജെല്ലുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. പോളിമറൈസ് ചെയ്ത് സിലിക്ക ജെല്ലുകൾ. പോളിമറൈസ് ചെയ്ത സിലിക്ക ജെല്ലിനെ നമ്മൾ ഒപ്പൽ എന്നാണ് പറയുന്നത്. ഒപ്പൽ അല്ലെങ്കിൽ ഫൈറ്റോലിത്ത് എന്ന് പറയും. ഇത് ചെടിയുടെ പുറന്തോടുകളിൽ നിക്ഷേപിക്കപ്പെടുകയും തൽഫലമായിട്ട് കോശഭിത്തികൾ പ്രത്യേകിച്ചും അതിനെ ഒരു കവചം മാതിരി വന്നിട്ട് ചെടിയെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യും. കോശഭിത്തിയെ ദൃഢീകരിക്കുകയും ചെടിയെ മൊത്തത്തിൽ സ്ട്രെങ്തൻ ആക്കുന്നതിനും സഹായിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രാണികളുടെ ആക്രമണം, രോഗങ്ങളുടെ ആയാലും കീടങ്ങളുടെ ആയാലും ആക്രമണം നല്ല രീതിയിൽ തടയാൻ സിലിക്കൺ വഴി സഹായിക്കുന്നുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് ചെടികളിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കാൻ സിലിക്കൺ സഹായിക്കുന്നുണ്ട്. വേറൊരു പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ജൈവ അജൈവ സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ സിലിക്കൺ പോഷണം സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ജലാംശം നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നതിനും പിന്നെ ലവണത്വം അല്ലെങ്കിൽ ഉപ്പ് സമ്മർദ്ദം ഉണ്ടാക്കുന്നത്
നമ്മുടെ കേരളത്തിൽ അതിന് വലിയ പ്രാധാന്യമില്ലെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ ഉപ്പിന്റെ അതിപ്രസരമുണ്ട്. അപ്പോൾ അതിനെ ലഘൂകരിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. സോഡിയമാണ് ഈ ഉപ്പ് സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. സോഡിയത്തിനെ വലിച്ചെടുക്കുന്നത് കുറയ്ക്കുകയും സോഡിയത്തിന് പകരം പൊട്ടാസ്യത്തിനെ വലിച്ചെടുക്കുന്നത് സിലിക്കൺ വഴി കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഉപ്പ് സമ്മർദ്ദം അല്ലെങ്കിൽ ലവണത്വ സമ്മർദ്ദത്തിനെ കുറയ്ക്കാൻ നല്ല രീതിയിൽ സിലിക്കൺ സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ വരുമ്പോൾ നമ്മുടെ ചെടികൾക്ക് എന്തായാലും ഒരു സമ്മർദ്ദം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ ആ സ്ഥിതിയിലൊക്കെ സിലിക്കോൺ ഉണ്ടെങ്കിൽ മാഡം പറഞ്ഞതുമാതിരി തന്നെ ഒരു സ്ട്രെങ്തനിങ് ആവുമ്പോൾ എന്തായാലും അതൊക്കെ മറികടക്കാനുള്ള ഒരു സ്ട്രെങ്ത് ചെടികൾക്ക് കിട്ടുമായിരിക്കും അല്ലേ? അതെ അതെ. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഒപ്പൽ അല്ലെങ്കിൽ ഫൈറ്റോലത്ത് നമ്മുടെ കാർബൺ ദൃഢീകരണം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു വിഷയമാണ് കാർബൺ സീക്വസ്ട്രേഷൻ. അതിൽ വളരെയധികം നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും അതെ, അതുപോലെ തന്നെ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കുന്നതിനുമൊക്കെ ഈ ഒരു ഒപ്പലായിട്ട് അല്ലെങ്കിൽ ഫൈറ്റോലുത്തുകളായിട്ട് വരുന്ന വഴി ചെടിയിൽ അടിഞ്ഞുകൂടുക വഴി സാധിക്കുന്നുണ്ട്. ഈ സിലിക്കോണിന്റെ അധികം ഉപയോഗം അല്ലെങ്കിൽ പ്രാധാന്യം നമ്മൾ കണ്ടുവരുന്നത് നമ്മുടെ നെൽകൃഷിയിലാണല്ലോ. ഇതിനെ കുറിച്ചൊന്ന് പറയാമോ? പുല്ല് വർഗ്ഗവിളകൾക്കാണ് സിലിക്കോൺ വളരെയധികം ആവശ്യമായിട്ടുള്ളത്. 0.1 മുതൽ 10% വരെയാണ് പൊതുവെയുള്ള ചെടികളിലുള്ള സിലിക്കൺ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത് നെല്ലിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ നൈട്രജൻ എത്ര ചെടിയിലുണ്ടോ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അളവിൽ കാണുന്നുണ്ട്. സിലിക്കൺ വലിച്ചെടുക്കുന്നതാണെങ്കിലും നെല്ല് ഒരു 230 മുതൽ 470 കിലോഗ്രാമോളം ഒരു ഹെക്ടറിൽ നിന്ന് സിലിക്കൺ വലിച്ചെടുക്കുന്നതായിട്ട് പഠനങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി നമ്മുടെ കരിമ്പ്, കേരളത്തിനെ സംബന്ധിച്ച് അതൊരു തനത് വിള അല്ലെങ്കിൽ കൂടിയും കരിമ്പിലാണ് ഏറ്റവും കൂടുതൽ സിലിക്കൺ ആവശ്യമായിട്ടുള്ളത്. ഇപ്പം നെല്ല് നമ്മുടെ കേരളത്തിന്റെ വിളയായതുകൊണ്ട് നെല്ലിൽ പ്രത്യേകിച്ചും ചില ഭാഗങ്ങളിൽ കുട്ടനാട് പോലുള്ള ഭാഗങ്ങളിലൊക്കെ സിലിക്കൺ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ മണ്ണിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ മണ്ണ് പൊതുവെ സിലിക്കൺ കുറവുള്ള മണ്ണാണ്. കാരണം നമ്മുടെ മണ്ണ് അമ്ലത്വം കൂടിയ മണ്ണാണ്. അവിടെ എപ്പോഴും സിലിക്കണിന്റെ കുറവ് കാണാറുണ്ട്. സിലിക്കണിന്റെ കുറവെന്ന് പറയുന്നത് അത് മണ്ണിൽ 40 ppm താഴെയാണെങ്കിൽ നമ്മൾ സിലിക്കൺ കുറവുള്ള മണ്ണെന്ന് പറയും. അല്ലെങ്കിൽ ചെടിയിൽ നോക്കുകയാണെങ്കിൽ 5% താഴെ ആണെങ്കിൽ സിലിക്കണിന്റെ അഭാവ ലക്ഷണങ്ങൾ ചെടി കാണിക്കാം. അപ്പോൾ നമ്മുടെ ഈ മണ്ണിൽ അമ്ലത കൂടുതലായതുകൊണ്ട് തന്നെ അയൺ, അലുമിനിയം പോലുള്ള മൂലകങ്ങൾ അധികം അളവിൽ കാണും. അപ്പോൾ അത് കാരണം ചെടികളിൽ അത് കാരണമുള്ള ടോക്സിസിറ്റി സിംറ്റംസ് കാണിക്കാം. ഇതിനെ തടയാനായിട്ട് സിലിക്കൺ സഹായിക്കുന്നുണ്ട് നെല്ലിൽ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജൈവ അജൈവ സമ്മർദ്ദത്തിനെ കുറയ്ക്കുന്നതിന് സിലിക്കൺ വളരെ ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നെൽ കർഷകരുടെ ഇടയിലുള്ള പ്രശ്നമാണ് നമ്മുടെ തണ്ടുതുരപ്പൻ പുഴു, ഇലപ്പുള്ളി രോഗം, വാട്ടം, ബ്ലൈറ്റ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ഈ സിലിക്കൺ സഹായിക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പലായിട്ട് നെല്ലിന്റെ പുറം തോടിൽ ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്നത് കാരണം രോഗകീടങ്ങൾക്ക് അങ്ങോട്ട് ആക്രമിക്കാൻ പറ്റാതാവും. അത് കാരണം ഒരു സംരക്ഷണം ചെടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ നെല്ലിൽ ലോജിങ് ഒരു പ്രശ്നമാണല്ലോ അത് വീഴുന്നത്. ഇത് നമ്മുടെ കോശഭിത്തിയെ സ്ട്രെങ്തൻ ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാഴ്ന്നു വീഴുന്നത് പ്രവണത കുറയ്ക്കുന്നുണ്ട്. അത് നെല്ല് പ്രത്യേകിച്ച് ഉമ പോലുള്ള വെറൈറ്റികളിൽ ലോഡ്ജിങ് ഭയങ്കര പ്രശ്നമുള്ളതാണ്. അപ്പോൾ സിലിക്കൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന നമുക്ക് വീഴുന്നത് തടയാനായിട്ട് സാധിക്കും. ചെടി മൊത്തത്തിൽ നല്ല ദൃഢമാവുകയാണ് ചെയ്യുന്നത്. മാഡം, ഈ സിലിക്കോൺ മൂലകത്തിന്റെ അഭാവ ലക്ഷണങ്ങൾ അതെന്തൊക്കെയാണ്? നെല്ലിൽ പ്രധാനമായിട്ടും ഒരു അത്യുൽപാദനത്തിന് സിലിക്കൺ നല്ലതാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ചും സിലിക്കൺ ഇല്ലാതെ വന്നാൽ 40 ppm മണ്ണിൽ താഴെയാണെങ്കിലോ അല്ലെങ്കിൽ 5% ചെടിയിൽ കുറവാണെങ്കിലോ സിലിക്കണിന്റെ അഭാവ ലക്ഷണങ്ങൾ ചെടി കാണിക്കാം. പ്രത്യേകിച്ചും ഈ കാണ്ഡങ്ങൾ അല്ലെങ്കിൽ നെല്ല് മൊത്തത്തിൽ മൃദുവായി പോവും. നെല്ലോല മൃദുവാകും, പിന്നെ അത് തൂങ്ങിക്കിടക്കുകയും ചെയ്യും. പിന്നെ ഉള്ളത് പ്രകാശ സംശ്ലേഷണം, അതിന്റെ ഫോട്ടോസിന്തറ്റിക് കപ്പാസിറ്റി കുറയും. അപ്പം തന്നെ അന്നജം ശേഖരിക്കാനുള്ള കഴിവ് കുറയും. അങ്ങനെ വിളവ് കുറയാം. പിന്നെ ചെടി മൊത്തത്തിൽ ഒരു മന്ദഗതിയിലുള്ള വളർച്ച ഉണ്ടാക്കും. പിന്നെ സിലിക്കൺ നെല്ലിന് നല്ല ആരോഗ്യമുള്ള കതിരുകൾ ഉണ്ടാക്കുന്നതിന് അത്യാവശ്യമാണ്. പക്ഷേ സിലിക്കൺ കുറഞ്ഞു കഴിഞ്ഞാൽ കതിരുകളുടെ എണ്ണവും നെൽമണികളുടെ എണ്ണം കുറയും. ധാന്യത്തിന്റെ വെയിറ്റ്, ഓരോ നെൽമണിയുടെ വെയിറ്റും കുറഞ്ഞൊക്കെ വരാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ. അതെ. ഇതിനെ മറികടക്കാൻ വേണ്ടി നമ്മൾ വളമായിട്ട് കൊടുക്കാനുള്ള ഒരു രീതി എന്തുവാണ്? എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? സിലിക്കൺ വളങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൽ പൊട്ടാസ്യം സിലിക്കേറ്റ്, കാൽസ്യം സിലിക്കേറ്റ്, സിലിക്ക പൗഡർ പോലുള്ള വളങ്ങൾ ലഭ്യമാണ്.
40 ppm താഴെയാണെങ്കിൽ, മണ്ണിൽ 40 ppm താഴെയാണെങ്കിൽ നമുക്ക് സിലിക്കൺ വളങ്ങൾ കൊടുക്കാം. ഒരു 50 കിലോഗ്രാം സിലിക്കൺ ഒരു ഹെക്ടറിലേക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ശുപാർശ പറയുന്നത്. അല്ലെങ്കിൽ ഫോളിയർ ആയിട്ട് കൊടുക്കാം, അതായത് ഇലകൾ തളിച്ചു കൊടുക്കാം. അത് 0.5 മുതൽ 1% വരെ എന്നുള്ള രീതിയിൽ ലൈനി ഉണ്ടാക്കി നമുക്ക് തളിച്ചു കൊടുക്കാം. അത് പൊട്ടാസ്യം സിലിക്കേറ്റ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഇലകൾ തളിച്ചു കൊടുക്കാൻ. പൊട്ടാഷ്യവും കിട്ടും അതിന്റെ കൂടെ തന്നെ. അതെ, ഫോളിയർ ഇതായതുകൊണ്ട്, ഫോളിയർ സ്പ്രേ ആയതുകൊണ്ട് തന്നെ ഇലയ്ക്ക് വലിച്ചെടുക്കാനുള്ള ശക്തി കൂടുതലായിരിക്കും. പിന്നെ കാൽസ്യം സിലിക്കേറ്റ് ഞാൻ പറഞ്ഞു, അതിൽ നമ്മൾ പ്രത്യേകിച്ചും ഈ കുട്ടനാടുള്ള ആസിഡ് സൾഫേറ്റ് മണ്ണിനങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അതിനൊരു കുമ്മായത്തിൻ്റെ ഒരു എഫക്റ്റ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ഉള്ളവർ സിലിക്കണിൻ്റെ ഒരു സോഴ്സായിട്ടല്ല ഉപയോഗിക്കുന്നതെങ്കിൽ പോലും കാൽസ്യം സിലിക്കേറ്റ് മങ്കൊമ്പ്, കുട്ടനാടിൻ്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് സിലിക്കണും കിട്ടും, പിന്നെ ഒരു എഫക്റ്റും കൂടി വരുന്നുണ്ട്. അത് നമുക്ക് ഇട്ടുകൊടുക്കാം. ഇതൊക്കെ നമ്മുടെ രാസവളങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാം. ഇത് കൂടാതെ ജൈവ സ്രോതസ്സുകളുണ്ട് സിലിക്കണിന്. അതിൽ പ്രധാനമായിട്ടും വരുന്ന നമ്മുടെ നെല്ലിന്റെ ഉമി, അത് ഉമി ചാരമാക്കുന്നതിന് റൈസ് ഹസ് കാഷ് എന്ന് പറയും. പിന്നെ വൈക്കോല്, അതൊക്കെ സിലിക്കണിന്റെ ജൈവ സ്രോതസ്സുകളാണ്. ഇപ്പം വൈക്കോല് നമുക്ക് പാടത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രമേണ അത് വിഘടിച്ച് സിലിക്കൺ ലഭ്യമാവുന്നതാണ്. ഇതിൽ ഏകദേശം ഒരു 20-24% സിലിക്കൺ അടങ്ങിയിട്ടുണ്ട്. വൈക്കോലിൽ ഒരു 20%, ഒരു 24-30% ഉമിയുടെ ചാരത്തിൽ റൈസ് ഹസ് കാഷിൽ അടങ്ങിയിട്ടുണ്ട് സിലിക്കൺ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ജൈവസ്രോതസ്സായിട്ട് സ്രോതസ്സുകളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. സാധിക്കും. ഇത് നെല്ലിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മളെ മറ്റേ പച്ചക്കറി അല്ലെങ്കിൽ മറ്റേ വിളകളൊക്കെ ഉണ്ടല്ലോ, അതിലും അതെ, വെള്ളരി വർഗ്ഗ വിളകൾക്ക് സിലിക്കൺ ആവശ്യമാണ്. അതായത് സിലിക്കൺ നമ്മൾ പോഷണം നൽകി കഴിഞ്ഞാൽ നല്ല വിളവ് വർധന ഉണ്ടാവുമെന്ന് പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ വെണ്ട പോലുള്ള വിളകള്, പിന്നെ തക്കാളി, അതിലൊക്കെ പറ്റും. അതുപോലെ നമ്മുടെ തെങ്ങിലും സിലിക്കൺ കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കാൽസ്യം സിലിക്കേറ്റ് ഒരു ഹെക്ടറിന് ഒരു 1 മുതൽ 2 ടൺ എന്നൊക്കെ ഉള്ള രീതിയിലാണ് ശുപാർശയുള്ളത്. അപ്പോൾ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പച്ചക്കറികൾക്കെല്ലാം നമ്മൾ മണ്ണിൽ കൊടുക്കുന്നതിനേക്കാളും പത്രപോഷണമാണ് നല്ലത്. അപ്പോൾ 1% അല്ലെങ്കിൽ 0.5% പൊട്ടാസ്യം സിലിക്കേറ്റ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണെന്നാണ് പഠനങ്ങളിൽ കണ്ടിട്ടുള്ളത്. വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുപോലെ ചെടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തും. ഈ രോഗകീട മുക്തി കിട്ടും. അതായത് രോഗകീട പ്രതിരോധ ശേഷി ചെടിക്ക് വർദ്ധിപ്പിക്കുന്നതിന് സിലിക്കൺ വളരെ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഡോക്ടർ രാജി, താങ്കൾ പരിപാടിയിലേക്ക് വന്നത് നമ്മൾ സിലിക്കോൺ മൂലകത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഇത് കർഷകർക്ക് ഉപയോഗമാവുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു സർ.